ഗാസയിൽ വെടിനിർത്തൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ, വെടിനിർത്തൽ ലംഘിക്കപ്പെടുന്നു, അത് തുടർച്ചയായി ലംഘിക്കപ്പെടുന്നു. ആ സാഹചര്യത്തിൽ ഈ സമാധാനം ഇനിയും നീളുമോ അതോ അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്ക വളരെ വലുതായി അവിടെ തുടരുകയാണ്. കഴിഞ്ഞ ഒരു ദിവസം മാത്രം 50-ലേറെ മരണമാണ് ഗസയിൽ സംഭവിച്ചത്. ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം മരിച്ചവരുടെ എണ്ണം ഏതാണ്ട് 100 കവിഞ്ഞിരിക്കുന്നു. ഞായറാഴ്ച രക്തരൂക്ഷിതമായ ഒരു ദിവസമായിരുന്നു. ഒരു പക്ഷേ ഏറ്റവും വലിയ ഏറ്റുമുട്ടലുകൾ നടന്ന ദിവസങ്ങളിലേതുപോലെ മനുഷ്യർ മരിച്ചു വീണ ദിവസമായിരുന്നു ഗസയിൽ. ഏതായാലും അതിനു പിന്നാലെ ഇസ്രയേൽ ഈ വെടിനിർത്തൽ കരാർ നിലവിലുണ്ട്, തങ്ങൾ പിന്മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു സമാധാനവും പ്രതീക്ഷയും ഒക്കെ അവിടെ പുലരുകയാണ്. പക്ഷേ അതിൻ്റെ ആയുസ് എത്ര എന്ന ഒരു ചോദ്യമാണ് ഇപ്പോഴും ഗസയെ സംബന്ധിച്ച് ബാക്കി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം JD വാൻസ് ഉൾപ്പെടെയുള്ളവർ ഇസ്രയേലിലെത്തിയിരുന്നു. നെതന്യാഹുമായും മറ്റും ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. അവിടെ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ഉയർന്ന സമയത്താണ് JD വാൻസ് ഉൾപ്പെടെയുള്ളവർ ഇസ്രയേലിലെത്തുകയും ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുകയും ചെയ്തത്. ട്രംപിന്റെ സ്പെഷ്യൽ അഡ്വൈസറും മരുമകനുമായ ജാരഡ് കുഷ്ണർ ഉൾപ്പെടെയുള്ളവർ ഇസ്രയേലിലുണ്ട്. എന്തായാലും അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുകയാണ്. ഇസ്രയേൽ ഏതെങ്കിലും തരത്തിൽ ഈ കരാർ അട്ടിമറിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഇടപെടലാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ച് അവർ ഉയർത്തുന്ന ഏറ്റവും വലിയ ആരോപണം ബന്ദികളുടെ കൈമാറ്റം പൂർണ്ണമായിട്ടില്ല എന്നതാണ്. ബന്ദികളുടെ കൈമാറ്റം ഇനിയും നടക്കാനുണ്ട്. അത് വീഴ്ച വരുത്തുന്നു ഹമാസ്. അത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് എന്നതാണ് ഇസ്രയേൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇനി 16 പേരുടെ മൃതദേഹങ്ങളാണ് ഹമാസ് വിട്ടു നൽകാനുള്ളത്. നേരത്തെ 20 പേരെ ജീവനോടെ വിട്ടു നൽകിയിരുന്നു. അതിനുശേഷം പല ഘട്ടങ്ങളിലായിട്ടാണ് മരിച്ചവരുടെ മൃതദേഹങ്ങൾ കൈമാറിയത്. അതിൽ ഒരാൾ ബന്ദിയല്ല എന്ന കാര്യം ഇസ്രയേൽ പറയുന്നു. അപ്പോൾ 16 പേരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ നിലനിൽക്കുകയാണ്. ഹമാസ് ഇത് ബോധപൂർവം നീട്ടിക്കൊണ്ടുപോകുന്നു എന്നതാണ് ഇസ്രയേലിന്റെ ആരോപണമെങ്കിൽ ഹമാസ് പറയുന്നത് ഇത് പല ടണലുകൾക്കുള്ളിലൊക്കെ കുടുങ്ങിയിരിക്കുന്ന മൃതദേഹങ്ങളാണ്. ഇസ്രയേൽ ആക്രമണത്തിൽ പലതും തകർന്നു പോയിരിക്കുന്നു, അവശിഷ്ടങ്ങൾ കടിയിലായി പോയിരിക്കുന്നു. വലിയ യന്ത്രസഹായത്തോടു കൂടി അവശിഷ്ടങ്ങൾ മാറ്റിനോക്കിയാൽ മാത്രമേ മൃതദേഹങ്ങൾ കണ്ടെത്താനാകൂ. അതുകൊണ്ടാണ് കാലതാമസം ഉണ്ടാകുന്നത് എന്നതാണ് ഹമാസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. ഇനിയിപ്പോൾ തുർക്കിയുടെ ഭാഗത്തു നിന്നുമുള്ള സഹായങ്ങൾ തേടാനുള്ള നീക്കം നടക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. തുർക്കിയിൽ നിന്ന് യന്ത്രങ്ങൾ എത്തിച്ച് കൂടുതൽ തെരച്ചിൽ നടത്തുക എന്ന ഒരു സമവായ നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇസ്രയേൽ ഇപ്പോൾ ബന്ദികളെ കൈമാറുന്നത് വൈകുന്നു എന്ന് പറയുന്ന ആരോപണങ്ങൾക്ക് തടയിടാൻ കഴിയും. കാരണം വളരെ വേഗത്തിൽ ഈ തെരച്ചിൽ ആരംഭിക്കുകയാണ് എങ്കിൽ ഇസ്രയേലിനെ പിടിച്ചു നിർത്താൻ കഴിയും എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനുള്ള നീക്കങ്ങൾ വളരെ വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതാണ് അവിടെ നിന്നും വരുന്ന വിവരം. മറ്റൊന്ന്, ഈ ഗസയിൽ യെല്ലോ ലൈനിലേക്കാണ് ഇസ്രയേൽ സേന മാറിയിരിക്കുന്നത്. പലപ്പോഴും ഈ യെല്ലോ ലൈൻ മറികടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു. അത് ആക്രമണത്തിലേക്ക് നയിക്കുന്നു എന്നതാണ് ഇസ്രയേൽ പറയുന്നത്. കരാർ പ്രകാരമുള്ള ഇടത്തേക്ക് വരുമ്പോൾ അവിടേക്ക് കടന്നു വരുന്നവരെയാണ് തങ്ങൾ ആക്രമിക്കുന്നത് എന്നതാണ് ഇസ്രയേൽ ഇക്കാര്യത്തിൽ പറയുന്നത്. പക്ഷേ പലർക്കും എവിടെയാണ് ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന യെല്ലോ ലൈൻ എന്നത് അറിവില്ലാതെയും മറ്റുമൊക്കെ അബദ്ധത്തിൽ ഈ ലൈൻ കടക്കുന്നതാണ് എന്നതാണ് അറിയുന്നത്. അങ്ങനെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ കൂടി നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഇസ്രയേൽ സേന അവർ പറഞ്ഞിട്ടുള്ള യെല്ലോ ലൈൻ മാർക്ക് ചെയ്ത് ആ നിലയിലേക്ക് കൂടി പ്രശ്നപരിഹാരത്തിനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതേസമയം ഹമാസിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നു. അത് ഏതെങ്കിലും തരത്തിൽ കരാർ ലംഘനത്തിന് നീക്കം നടത്തിയാൽ ഹമാസിനെ തുടച്ചു നീക്കും, ഇല്ലായ്മ ചെയ്യും എന്നതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത് ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ട്രംപ് ഇപ്പോൾ ഹമാസിന് നൽകിയിരിക്കുന്നത്. നേരത്തെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ട്രംപ് ഈ ഹമാസ് ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ
വെടിനിർത്തൽ കരാർ പ്രാവർത്തികമാക്കാൻ ഹമാസിനുള്ള പ്രതിജ്ഞാബദ്ധത തുടങ്ങിയ കാര്യങ്ങൾ പറയുകയും ഇസ്രയേലിനെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഈ ബന്ദി കൈമാറ്റം വൈകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹമാസിന് മുന്നറിയിപ്പുമായി ട്രംപ് കൂടി രംഗത്ത് വരുന്നത്. അത് ഈ കരാർ പാലിക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച ഹമാസ് വരുത്തുകയാണെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യും എന്നതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും ആയുധമെടുക്കാനോ മറ്റോ ശ്രമിക്കുകയാണെങ്കിൽ ഹമാസിനെ നശിപ്പിക്കുമെന്നതാണ് ഭീഷണി. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ ഇസ്രയേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ തുർക്കിയിൽ നിന്ന് വിദഗ്ധരെ എത്തിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ കൂടി വരുമ്പോൾ ഹമാസിന് ഇനി ആ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് ബന്ദി കൈമാറ്റം വൈകിക്കാൻ കഴിയില്ല എന്നതാണ് അമേരിക്ക കൂടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരുടെ മൃതദേഹ കൈമാറ്റത്തിന് കൂടുതൽ സഹായവും യന്ത്ര സാമഗ്രികളും എത്തിച്ചുകൊണ്ട് അതിനുള്ള നീക്കമാണ് ഇപ്പോൾ ഊർജിതപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടിരിക്കുന്നു പല ഘട്ടത്തിലെങ്കിലും. അത് തുടർന്നു കൊണ്ടുപോകാൻ, ഗസയിലെ സമാധാനം തുടർന്നു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ട്രംപിന്റെ ഇടപെടൽ, ഒപ്പം ട്രംപിന്റെ അഡ്വൈസർ ഉൾപ്പെടെയുള്ളവർ, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇസ്രായേലിലെത്തി ആ നിലയ്ക്കുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. വളരെ തന്ത്രപ്രധാനമായ ചർച്ചകൾ ആണ് അവിടെ പുരോഗമിക്കുന്നത്. ഇനി ട്രംപ് ഉൾപ്പെടെ മുന്നോട്ട് വെച്ച പദ്ധതിയുടെ 2ാം ഘട്ടവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രധാനപ്പെട്ട ചർച്ചകളിലേക്കൊക്കെ കാര്യങ്ങൾ നീക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ വെടിനിർത്തൽ ലംഘിക്കപ്പെടുന്നതും തുടരെ ആക്രമണം ഉണ്ടാകുന്നതും ഒക്കെ ആശങ്കയായി തുടരുന്ന സാഹചര്യത്തിലാണ് നയതന്ത്ര ഇടപെടൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതും. ഒരിടത്ത് നയതന്ത്ര ഇടപെടൽ നടത്തിക്കൊണ്ട് മറ്റൊരു തരത്തിൽ ട്രംപ് ഹമാസിന് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതും ഈ കരാർ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന നിർദ്ദേശമാണ്. അതേസമയം തന്നെ ഹമാസ് ഈജിപ്തുമായും തുർക്കിയുമായും ഒക്കെ ബന്ധപ്പെടുന്നുണ്ട്. ഈ കരാർ ലംഘനം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നാണ് തുടരെ ഉണ്ടാകുന്നത് എന്ന കാര്യം ഹമാസ് അറബ് രാഷ്ട്രങ്ങളെ ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. എന്തായാലും അറബ് രാഷ്ട്രങ്ങളുടെ കൂടി മുൻകൈയിലാണ് ഇനിയുള്ള നടപടികൾ. 2ാം ഘട്ട ചർച്ചകളൊക്കെ പുരോഗമിക്കേണ്ടത്. ഹമാസിന്റെ നിരായുധീകരണം, ഗസയുടെ അധികാരം കൈമാറൽ തുടങ്ങിയ വളരെ തന്ത്രപ്രധാനമായ ഹമാസ് അംഗീകരിക്കാത്ത ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ കൂടുതലായി നടക്കേണ്ടതുണ്ട്. എന്തായാലും ചർച്ചകൾ മുന്നോട്ട് പോകട്ടെ, സമാധാനം ഗസയിൽ തുടരട്ടെ എന്ന് നമുക്ക് ആശിക്കാം.